ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല. നമുക്ക് വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും പല ആഗ്രഹങ്ങളും തോന്നില്ലേ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയൊരു ആഗ്രഹമാണ് പൊതിച്ചോറ് ഉണ്ടാക്കി തിന്നാനായിട്ട്. അപ്പം ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. പിന്നെ കോലം കണ്ട ഒരു പേടിക്കേണ്ട, വീട്ടിലിരിക്കുന്ന പട്ടിക്കോലമാണ്. എന്നാൽ ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ മറന്നില്ല. ഓക്കെ, പൊതിച്ചോറ് സെറ്റാക്കുന്ന വെപ്രാളത്തിൽ ഞാൻ ഇൻട്രോ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതാണ് ഇൻട്രോ വീഡിയോക്കകത്ത് ഇത്രയും ചീവീടിൻ്റെ ശബ്ദം. അപ്പോൾ പൊതിച്ചോറിനകത്ത് ആദ്യം എനിക്ക് ആവശ്യമായിട്ടുള്ള ചോറാണ് ഇട്ടത്. പിന്നെ ചമ്മന്തി കുറച്ച് മോഡേൺ ആയിട്ട് തേങ്ങയ്ക്കകത്ത് തന്നെ വെച്ചോണ്ടെങ്കിൽ പോന്നു. ഏത് സ്റ്റൈലാണ്. പിന്നെ ഈ ചമ്മന്തി, മുട്ട പൊരിച്ചത്, അച്ചാർ, ഇതൊന്നും ഇല്ലാത്ത പൊതിച്ചോറില്ലല്ലോ. ഇതെല്ലാം എൻ്റെ കയ്യിലും ഉണ്ട്. എൻ്റെ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴും എനിക്ക് പൊതിച്ചോറ് കൊണ്ടുപോകാനാണ് ഇഷ്ടം. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഇത് തുറക്കുമ്പോൾ നല്ല മണമാണ്, ഇതിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതൊക്കെ ഓക്കെ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഈ ചോറ്റുപാത്രം കഴുകിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ഒരു ശീലം ഇല്ല. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം കൊണ്ടുവന്ന് വെക്കുന്ന പാത്രം ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും എടുക്കുന്നത്. തീർന്നില്ലേ, പിന്നെ അമ്മയുടെ താണ്ഡവമായി, അടിയായി, പിടിയായി. അമ്മേ, അതൊക്കെ ഓർക്കുമ്പോൾ ഇലയിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. പിന്നെ ഈ പൊതിച്ചോറിനകത്ത് കണവത്തോരനുണ്ട്. ഇതെല്ലാം കൂടി വെച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഞാനൊരു ഇത് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കണമെന്ന് കരുതി, പക്ഷേ പറ്റിയില്ല. അതിന് മുന്നേ എടുത്തു, മുണുങ്ങി, അത്ര തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.